ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസാണ്. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് എനിക്കൊരു ഫോട്ടോഷൂട്ടാണുള്ളത്. അപ്പം ഇന്നത്തെ എൻ്റെ ഫോട്ടോഷൂട്ടിന് ഒരു ആർട്ടിസ്റ്റിൻ്റെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കൃഷ്ണപ്രഭ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ കൃഷ്ണപ്രഭ ഓടി വന്നിട്ടുണ്ട്. അപ്പം കൃഷ്ണപ്രഭയുടെ ഫോട്ടോഷൂട്ട്. കൃഷ്ണപ്രഭ ഉണ്ട്. കൃഷ്ണപ്രഭയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരാളുകളുണ്ട്, കൃഷ്ണപ്രഭയുടെ അമ്മ. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഇതിപ്പോ മാക്സോ എന്ന് പറയുന്ന സ്റ്റുഡിയോയിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ളത്. അപ്പം ഒബിയസ്ലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സെനി. സെനീനെ ഒത്തിരി പേര് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും. എന്റെ തന്നെ ഫോട്ടോഷൂട്ട്സിൽ സെനിയെ കണ്ടിട്ടുണ്ട്. അപ്പൊ സെനിയാണ് ഇന്ന് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് ഞാൻ പറയുന്നത് പോലെ. സെനി ഇസ് ദേ. പിന്നെ ഇന്നിപ്പോ എനിക്ക് വളരെ ഒരു സ്പെഷ്യൽ, എന്റെ ഒരു ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജിജോ. ജിജോ ആണ് ഇന്ന് നമുക്ക് ഹെയർ ചെയ്യാൻ പോകുന്നത്. ജിജോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എല്ലാവർക്കും ജിജോനെ എന്നെ പോലെ തന്നെ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ജിജോ ആണ് ഇന്ന് ഹെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സുബിൽ അല്ലേ? സുബിൽ എവിടെയാണ്? സുബില് തൃശ്ശൂരുള്ളതാണ്. സുബിലിന് ഇന്ന് കുറച്ച് കാരണം വരാൻ പറ്റത്തില്ല. സുബിലിന്റെ ഒരു ഐഡിയ ഒക്കെയാണ് നമ്മൾ ഇതിൽ നിന്നുള്ള ത്രെഡ് അല്ലേ? അപ്പം ഈ ഒരു ത്രെഡ് വെച്ച് നമ്മൾ മേക്ക് ഓവർ ചെയ്യാണ്. വി ഹാവ് 3 ലുക്സ്. അപ്പം കൃഷ്ണപ്രഭേനെ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ സെനിയുടെ ഇതിൽ കൂടിയും കാണാം. കുറെ കാലമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരുന്നു. ബിക്കോസ് എന്നെ കുറെ വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്ക് ഒരെണ്ണം ചെയ്യാം എന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ ഈ പ്രാവശ്യം ഒന്ന് ചെയ്ത് കളയാം. എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. ഈ ഓണം നമ്മളുടെ ഒരു ആഷ് ബുഷ് ഷൂട്ടായിട്ട് പോവാം. എന്താകും എന്തോ അതെ, നമുക്ക് പൊതിച്ചോറായിട്ടാണോ വരുന്നത്? അപ്പൊ എനിക്ക് 1, 2, 3 പൊതിച്ചോറ്. ചാള വറുത്തതുണ്ടോന്ന്? ചാള വറുത്തത് എത്രയാണോ? ഒരു 10 എണ്ണം കൊടുത്തിട്ട്. ഒരു 10 എണ്ണം കൊടുത്തിട്ട് ഞാൻ ലൊക്കേഷനിൽ അയക്കാവേ. കണ്ണ് ഇപ്പൊ ലൈൻ ചെയ്യുന്നില്ല. എന്നിട്ട് 2-3 എണ്ണം ഇതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ലൈനിങ് ചെയ്യും. അപ്പൊ 2 ലുക്കും കിട്ടുമല്ലോ. ഞങ്ങളിത് പ്രാവശ്യം പറമ്പിക്കുളത്ത് ട്രക്കിങ്ങിന് പോയി. പൈസ കൊടുത്ത് ട്രക്കിങ്ങിന് പോയിട്ട് ഒന്നും കണ്ടില്ല. ബന്ധുക്കൂര് പോയി ഞങ്ങളുടെ മുമ്പിലൂടെ ഒരു സാധനം വന്ന് ടക്കുമ്പുണ്ട്. അത് വെളുപ്പിനെ പോയത്. ഒരു സാധനം വന്നിട്ട് കടുവയാണോ പുലിയാണോ എന്തായാലും അത് 2 എന്തോ ആണ്. ഒരു ട്രക്കിങ്ങിന് പൈസയും കൊടുക്കാണ്ട് നമ്മുടെ കാറിന് മുമ്പിൽ കൂടെ ഒരു സാധനം ചടി പോകുന്നുണ്ട്. അതൊക്കെ അല്ലെങ്കിൽ ലക്കിന് കാണാം നമുക്ക്. പിന്നെ മസനഗുഡിയിലൊക്കെ വെച്ചിട്ട് നമ്മള് ആന അവിടെയൊക്കെ മസനഗുഡിയിൽ ഞങ്ങൾ പക്ഷെ അന്ന് രക്ഷപ്പെട്ടത് വളരെ തലനാരഴിക്ക് രക്ഷപ്പെട്ടു ആന എടുത്തത്. അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊക്കെ പോകുമ്പോ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ജന്മം പോലെ ബന്ധമുണ്ടായിരുന്നു. അതാണ് അതിന്റെ ഞങ്ങള് പറമ്പിക്കുളത്ത് വന്നപ്പോ അവിടെ അവര് ഫോറസ്റ്റുകാർ ദഹിപ്പിക്കുക. അപ്പൊ അമ്മ പറയുന്നത് നമ്മുടെ ഏതോ കാരണന്മാരെന്ന് തോന്നണം. അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയിൽ കാട്ടിന് പോയിട്ട് ഞങ്ങൾ അതിനോട് പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങോട്ട് അടുപ്പിക്കൊന്നുമില്ല അവരപ്പോ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞതാ ഇന്നലെ ചത്തുപോയി. അതാണ് പറഞ്ഞത്. ശരി, വിളിച്ചിട്ട് പോയതല്ലേ വിളിച്ചിട്ട് പോയതല്ല. കുഞ്ഞിനെ സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ വെക്കാനാ താല്പര്യം. ഇപ്പൊ കുഞ്ഞാവാനാ താല്പര്യം. അങ്ങനെ ആക്കിയതാ പണ്ട് 15-16 വയസ്സൊക്കെ ഉള്ളപ്പോ. അയ്യോ, അത് പക്ഷെ ഭയങ്കര മണ്ടത്തരാട്ടോ. എന്നാന്നറിയോ, ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോഴാണ് പറയാം 10-25 വയസ്സൊക്കെ ഉള്ളപ്പോ 10-35 വയസ്സൊക്കെ ഉള്ള ക്യാരക്ടേഴ്സൊക്കെയാണ്. മീൻസ് അന്ന് വണ്ണവും പിന്നെ ഈ ലോങ് ഹെയറും ഒക്കെ വെച്ചിട്ടൊക്കെ അതുപോലെ അത്ര ഏജ്ഡ് ആയിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ഇപ്പൊ കുഞ്ഞായിട്ട് കാണുമ്പോ ആൾക്കാരെ ഇത്ര ഉള്ളൂ.
അവരുടെ വർക്ക്ഔട്ട്സ് എല്ലാം ചെയ്ത് ഇപ്പം മെലിയുമല്ലോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ചില അമ്മമാര് കൊച്ചൊരു 12 വയസ്സായ പെണ്ണിനെ പെട്ടെന്ന് അവര് വലുതാക്കാൻ വേണ്ടി പെൺകുട്ടികളെ ബിഹേവിയർ മാറും, അവർക്ക് നഷ്ടമാവുന്ന അവരുടെ ആ കുട്ടിക്കാലം ആ ഒരു ഇത് നഷ്ടമായി പോകും. ഉള്ളതേ 13-ാം വയസ്സിന് എൻജോയ് ചെയ്യണം. കൃഷ്ണപ്രഭയുടെ അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നേനെ വീട്ടില്. പക്ഷേ വേറെ ആരുടെ വീട്ടില് വേറെ ആരോ ഉണ്ടാക്കി എന്താ ആകാംക്ഷ കഴിച്ചിട്ട് ടേസ്റ്റ് പറയൂട്ടോന്നൊക്കെ. അങ്ങനെ കൃഷ്ണപ്രഭയുടെ ഫസ്റ്റ് ലുക്ക് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃഷ്ണപ്രഭ ഭയങ്കര ഇത് കൃഷ്ണപ്രഭയായിട്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾ കൃഷ്ണപ്രഭയെ മാറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ലോങ് ഹെയർ ഒക്കെ ആയിട്ട് ജിജോ ഇന്ന് കാണിച്ചു വെച്ചിരിക്കുകയാണ്. അടിപൊളി. അപ്പൊ പോയാലോ, നമുക്ക് ഷൂട്ട് ചെയ്താലോ? ഓക്കെ. അങ്ങനെ നമ്മുടെ കൃഷ്ണപ്രഭയുടെ സെക്കൻഡ് ലുക്കും ഇവിടെ റെഡിയാണ്. സോ കൃഷ്ണപ്രഭയുടെ സെക്കൻഡ് ലുക്കിനെ അടിപൊളിയായിട്ട് ഹെയർ ഒക്കെ ജിജോ ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തു. അപ്പൊ പോവാം. ഓക്കെ. ഒത്തിരി കാലമായി മോളെയും വികാസിനെ കൂടെ മേക്കപ്പ് ചെയ്യിക്കണം എന്ന് വിചാരിക്കണം. ഇപ്പോഴാണ് അതിന് സമയമായത്. കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഷൂട്ടിന് കാണുമ്പോൾ ഒക്കെ ഞാൻ പറയായിരുന്നു, അയ്യോ നമുക്ക് മേക്കപ്പ് ചെയ്യണമല്ലോ. ഇപ്പോഴാണ് അതിന് സാധിച്ചത്. ആദ്യത്തെ കോസ്റ്റ്യൂം സാരിയൊക്കെ കൊടുത്ത്, രണ്ടാമത്തെ ഇപ്പം ഒരു വൈറ്റ് ഡ്രസ്സ്. അതിന് മേക്കപ്പ് ചെയ്യാനും ഇങ്ങനെ അഭിനയിക്കാനും ഫോട്ടോഷൂട്ടിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതൽ ഇത്ര മുതലുള്ളപ്പോൾ 3 വയസ്സിൽ സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ മാർമുടിയൊക്കെ വെച്ച് കണ്ണാടി മുമ്പ് കിടന്ന് ഗംഭീര ഡാൻസാണ്. അങ്ങനെ സ്കൂളിൽ 3 വയസ്സ് തന്നെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. ക്ലാസിക്കൽ സുഗന്ധി ടീച്ചർ. അത് എന്നിട്ട് 3 വയസ്സിൽ തൃക്കാക്കര അമ്പലത്തിൽ അരങ്ങേറി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും ഡാൻസ് പാട്ട് നല്ല പാടുകയും ചെയ്യും. 10ൽ കലാതിലകമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സെൻറ്റ് ജോസഫിലാണ് പഠിച്ചത്, തൃക്കാക്കര സെൻറ്റ് ജോസഫ് 10 വരെ. +1 +2 ഡിഗ്രിയൊക്കെ തേവര സെക്കൻഡ് ഹാർട്ട്. അത് കഴിഞ്ഞ് BA ഭരതനാട്യം ബാംഗ്ലൂർ പോയി പഠിച്ചു. ഫസ്റ്റ് ക്ലാസ് വിത്ത് ഗോൾഡ് മെഡൽ. അതിനും ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് പാട്ട് അങ്ങനെയുള്ള ഇതൊക്കെ. എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ്. സ്റ്റേജിലാണെങ്കിലും ഒരു 7 ഐറ്റമൊക്കെ കളിക്കും ക്ലാസിക്കൽ. സിനിമാറ്റിക്കും അത് തന്നെ. ഞാൻ പറയുന്നത് എന്തിനാ കൊച്ചിങ്ങനെ കഷ്ടം. ഭയങ്കര ഇഷ്ടമുള്ള ജോലി ചെയ്യണതാണ്. അതുപോലെ ഡ്രൈവിങ് ചെന്നൈ വരെയൊക്കെ തന്നെ പോകണം. ഞങ്ങൾ രണ്ടും തന്നെ ഫോർച്യൂണറിൽ. ഭയങ്കര ഇഷ്ടം. കുഞ്ഞിലേ വണ്ടി ഓടിക്കും. 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ അച്ഛനോടൊപ്പം 8ൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. 7ൽ പഠിക്കുമ്പോൾ അച്ഛനെ ഓടിക്കുമ്പോൾ ഇങ്ങനെ എല്ലാം നോക്കിയിരുന്ന് മനസ്സിലാക്കി തനിയെ പഠിച്ച ഡ്രൈവിങ്. അതിന് 18 വയസ്സായപ്പോൾ അതിന് പിറ്റേ ദിവസം പോയി ലൈസൻസ് എടുത്തു. ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഓടിച്ചിട്ട് ഇപ്പോൾ പറയാൻ ഇഷ്ടമാണ്. അതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ പരിപാടിയില്ല. ഇന്നിപ്പോൾ എന്നാണോ ഉച്ചയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ചോറും
മറ്റേ വീട്ടിലാണെങ്കിലും ഊണ് കഴിക്കലും ഇല്ല. ഊണ് കഴിച്ചാൽ ഭയങ്കര സൗന്ദര്യം നോട്ടം, ശരീരം ഒക്കെ നോട്ടം. ഊണ് കഴിച്ചാൽ വയറിയാടും, പണം വയ്ക്കും എന്നൊക്കെ പറഞ്ഞ്. പട്ടി പൂച്ച ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. എവിടെ കണ്ടാലും വലിച്ചു നോക്കി. ഞാൻ പറയും എൻ്റെ കൊച്ചെ വല്ല അസുഖവും പിടിക്കുക, അലർജി വരും എന്നൊക്കെ കേൾക്കില്ല. അതെനിക്ക് അവരെ പേടിയാണ്. അതൊക്കെ പിടിച്ച് കഴിച്ചാലോ. കല്യാണം കഴിക്കണതേ ഇഷ്ടമല്ല, അതാണൊരു പ്രശ്നം. ഞാൻ പറയും നമുക്കൊരു പരസ്യം കൊടുക്കാം, പുറത്തുള്ള ചെറുക്കന്മാർ വരും, ഓസ്ട്രേലിയയോ അമേരിക്കയോ അങ്ങനെയൊക്കെ. അത് സമ്മതിക്കില്ല. ഇപ്പോഴെങ്കിലും ഞാൻ പറയാൻ പോകുന്ന പറയാം, അപ്പോൾ വല്ലവരും വരാകുമ്പോൾ കെട്ടിക്കുള്ളൂ അങ്ങനെയൊക്കെ പറയണേ. അതിന് ഇഷ്ടമല്ലെന്നേ, അതിൻ്റെ സ്വാതന്ത്ര്യം പോലും. അത് പറയണേ നല്ലോണം പൈസ വേണം, സ്വന്തമായിട്ടൊരു വണ്ടി വേണം. അതും നല്ല വണ്ടി, ചെറുതൊന്നും ഇഷ്ടമില്ല. ഒരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കുക. ഞാൻ പറയുന്നത് നല്ല മനെ വയസ്സാകുമ്പോൾ ആരെങ്കിലും വേണ്ടേ, കൊച്ചുങ്ങളോ ഒക്കെ നോക്കണ്ടേ. അങ്ങനെയൊന്നുമില്ല. പിന്നെ കൊച്ചുങ്ങളുടെ നോക്കണം തന്നെ നോക്കുന്നുണ്ടെങ്കിൽ തക്കുത്തരം പറയും. അതെനിക്കിഷ്ടമല്ല. അങ്ങനെയൊക്കെ കല്യാണം കഴിക്കുന്ന ആരും വേണ്ടല്ലോ അവൾ കരുതിയുള്ളൂ. അത് അങ്ങനെയാണ്. അവൾ പറയണത് ഇത്ര എത്തിയത് തന്നെ എന്തൊരു ഭാഗ്യ. അതിന് ദൈവത്തിന് നന്ദി പറയുക. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരോടും എല്ലാവരോടും നമ്മളെ സഹായിച്ചവരോടും ഒക്കെ. സിനിമ ഇനിയും കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. തമിഴ് ചെയ്യണം, തെലുങ്ക് ചെയ്യണം. ഞാൻ കളിയാക്കും, പിന്നെ നയൻതാരയാകുമ്പോൾ ഇതൊക്കെ പറഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ് സിനിമയാണ് മെയിൻ. എനിക്ക് ഈ പ്രോഗ്രാംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പറഞ്ഞാൽ അതൊന്നും അല്ല, സിനിമ വരുമ്പോഴാണ് തന്നെ പ്രോഗ്രാം വരണത്. അല്ലാണ്ട് ചുമ്മാ പ്രോഗ്രാം ചെയ്ത് നടന്നിട്ട് കാര്യമില്ല. നല്ല നല്ല സിനിമകൾ വരുമ്പോൾ പ്രോഗ്രാംസിന് വിളിക്കും എന്ന് പറയുന്നു. ഇപ്പോഴത്തെ പിള്ളേർ എല്ലാം ഒരു വക പിള്ളേരല്ലേ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവരെ നടത്തുക. ഇതങ്ങനെ ഒന്നുമില്ല കേട്ടോ. എൻ്റെ 2 പിള്ളേരും അതെ. എൻ്റെ കാര്യം എനിക്ക് എപ്പോഴും ഞാൻ വേണം കൂടെ, അതേപോലെ എന്നെ നോക്കുകയും ചെയ്യും. അതിന് ദൈവത്തിനോട് നന്ദി പറയണ്ടേ. ഇപ്പോഴത്തെ ഓരോ പിള്ളേർ നടക്കണ അമ്മയും വേണ്ട, അച്ഛനും വേണ്ട, കുടുംബപ്പുറപ്പുകളും വേണ്ട, കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കില്ല. ഇതൊന്നുമില്ല. കൂട്ടുകാരുണ്ട്, എൻ്റെ മോൻ്റെയും കൂട്ടുകാരും ആ മോളുടെ കൂട്ടുകാരും എല്ലാവരും നമ്മൾ ഒന്നിച്ചാണ് എല്ലാവരും. അങ്ങനെയുള്ളൊരു വലിയ ദൈവാധീനം. തനിയെ ഒരു കാര്യം അതിന് ഇഷ്ടമല്ല, എങ്ങും പോകണം ഇഷ്ടമല്ല. തന്നെ ഇതൊക്കെ പറഞ്ഞ ഷൂട്ടിന് പോകണമെങ്കിലും ഞാൻ വേണം, അമേരിക്ക പോകാനും ഞാൻ വേണം, പുറത്തേക്കുള്ള എല്ലാ പ്രോഗ്രാമിനും അമ്മ കൊണ്ടുപോകും എന്നാണ് ഞാൻ പറയാം. അപ്പോൾ അവർ പറയുമോ പേടിക്കൊന്നും വേണ്ട പോലെ. പേടിയായിട്ടല്ല, എനിക്ക് എൻ്റെ അമ്മ കൂടെ വേണം ഒരു കൂട്ടിന്. അതാണ്. അല്ലാണ്ട് നിങ്ങളെ പേടിച്ചിട്ടോ നിങ്ങളെ വിശ്വാസമില്ലായിട്ടൊന്നുമല്ല എന്ന് പറയും. എല്ലായിടത്തും ഞാൻ വേണം, വയ്യെങ്കിലും ഞാൻ പോവുകയും ചെയ്യും. എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യങ്ങളും, ഡാൻസും സിനിമയും മേക്കപ്പും ഒക്കെ. അത് കാരണം ഞാൻ വീട്ടിലിരുന്നാൽ ചുമ്മാ ഇരിക്കുമല്ലോ, TV കൊണ്ടിരിക്കും. ഇതാകുമ്പോൾ ഇതൊക്കെ കാണാൻ എല്ലാവരോടും മിണ്ടാം, നേരം പോവും. ഈ അസുഖമൊക്കെ പിടിച്ച് തന്നെ ഇരിക്കണ കാണുന്നതല്ലേ. ഇത്ര വയ്യാഞ്ഞിട്ടും വന്ന് എനിക്കതേ കാല് കുറിച്ച് പിടിച്ചിരിക്കുക. അതായത് നിന്നോട്ട് സംസാരിക്കണം. നടക്കാനും വേണ്ട, ഇരിക്കാനും വേണ്ട. എന്നിട്ടും ഇതെല്ലാം കാണാനുള്ള ആഗ്രഹത്തിൽ ഞാൻ വന്നു. ഇപ്പം 2ാമത്തെ ഡ്രസ്സിന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഞാൻ മേക്കപ്പൊന്നും ചെയ്യില്ലെങ്കിലും എനിക്കിതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വികാസിൻ്റെ മേക്കപ്പൊക്കെ അടിപൊളി. വികാസിനെ കുറേ കാലമായിട്ട് പരിചയമുണ്ടല്ലോ, ഇന്നാണ് മേക്കപ്പ് ചെയ്യാൻ സാധിച്ചത്. പെങ്കൊച്ചല്ലേ, കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞാലും ഇനി കല്യാണം വന്നാൽ വികാസ് തന്നെയായിരിക്കും മേക്കപ്പ് ചെയ്യണം. വികാസിന് ഒട്ടും സമയമില്ല. കല്യാണം എല്ലാം ഒന്നിച്ച് വരുമ്പോൾ ഡേറ്റില്ല വികാസിന്. അതാണ് ഇത്ര നല്ല മേക്കപ്പ് ആയതുകൊണ്ടേ. ദൈവം എങ്ങനെ തീരുമാനിച്ചിരിക്കണമെന്ന് അറിയാൻ പാടില്ലല്ലോ. ഇനി കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ വികാസ് തന്നെയായിരിക്കും മേക്കപ്പ് ചെയ്യണം. അങ്ങനെ കൃഷ്ണപ്രഭയുടെ 3rd ലുക്ക് എങ്ങനെയുണ്ട്? അപ്പൊ 3rd ലുക്കിലോട്ട് നമ്മൾ ഷൂട്ടിങ്ങിന് പോവാണ്.
ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കൃഷ്ണപ്രഭയുടെ പാട്ടിനെ കുറിച്ച് അല്ലേ. അപ്പൊ അതൊന്നും നമുക്ക് എല്ലാവർക്കും കൊണ്ട് കേട്ടാലോ. കൃഷ്ണ, ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി. ഈ കോസ്റ്റ്യൂമിന് പാടാൻ പറ്റിയ പാട്ടുകളൊന്നും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അറിയാവുന്ന പാട്ടുകൾ ഈ കോസ്റ്റ്യൂമിലോട്ട് പാടാനും പറ്റില്ല. പക്ഷേ ഒരു പാട്ട് പാടാം. പാടുനിലാവേ തേൻ കവിതേ പൂമലരാൻ, പാടുനിലാവേ തേൻ കവിതേ പൂമലരാൻ, ഉൻ പാടലേ நான் தேடினேன் கேட்காமலே, நான் பாடினேன் பாடு நிலாவே தேன் கவிதை പൂമലരാൻ. ഓക്കെ, ഈ മുടി കത്തിക്കൊണ്ടിരിക്കണം മണം ഒരു മൂക്കിലേക്ക് വരുമ്പോഴേ എനിക്ക് അറിയാണ്ട് അറിയാണ്ട് വെള്ളിയൊക്കെ പറയുന്നു. ഇനി ഒരു മലയാളം പാട്ട് കൂടെ പാടാം. ഇനി മലയാളം പാടാം. ശരി, അമ്മയുടെ ഫേവറേറ്റ് പാട്ട് പാടാം. ഫേവറേറ്റ് അല്ല അത്. എന്റെ ഫേവറേറ്റ് അല്ല, എന്നാലും എന്റെ ഫേവറേറ്റ് ആണോ എന്നൊക്കെ. അല്ല, ആ, അതെ. എന്നോടെന്തിനീ പിണക്കം, എന്നും എന്തിനാണെന്നോട് പരിഭവം, എന്നോടെന്തിനീ പിണക്കം, എന്നും എന്തിനാണെന്നോട് പരിഭവം, ഒരുപാടു നാളായി കാത്തിരുന്നു നീ ഒരു നോക്കു കാണാൻ വന്നില്ല, ചന്ദനത്തിന്നലും പൂനിലാവും എന്റെ കരളിന്റെ നൊമ്പരം ചൊല്ലിയല്ലേ, എന്നോടെന്തിനീ പിണക്കം. അങ്ങനെ കൃഷ്ണപ്രഭയുടെ ഫൈനൽ ലുക്കും നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണയും ഞാനും സെനിയും ജിജോയും കൂടെ ചേരുന്ന നമ്മുടെ സ്റ്റൈൽ കോസ്റ്റ്യൂമറും കൂടെ ചേരുന്ന ഈ ഒരു കംപ്ലീറ്റ് ഫോട്ടോഷൂട്ട് ഇവിടെ ഈ ഒരു ലുക്കോട് കൂടി ഫിനിഷ് ചെയ്യും. സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് മേളിലാണ് കേട്ടോ. സെനിച്ചാറിന്റെ ഹൈറ്റ് പോലെ മേളിലാണ്. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. ഈ ഒരു വണ്ടർഫുൾ എപ്പിസോഡ് ഇവിടെ ഫിനിഷ് ചെയ്യാണ്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് കണ്ട എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു എന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഇതിന്റെ കൺക്ലൂഷൻ പറയാണ്. Wait for the photos and pack out.